മാതൃഭൂമി ന്യൂസ് സംഘം ദുരന്തഭൂമിയിൽ എത്തിയിരിക്കുകയാണ്, ധരാലിയിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ധരാലി ഗ്രാമം. നോക്കൂ, ഒരു നദി ചളിയും മണ്ണും കൊണ്ട് ഗ്രാമത്തെ മൂടിയിരിക്കുന്നു. ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു, ഇവിടെ വലിയൊരു പുഴയുണ്ടായിരുന്നു. പക്ഷെ ആ പുഴ ഇപ്പോൾ പല ഭാഗങ്ങളായി ഒഴുകുകയാണ്. ഇവിടെ ഖീർഗംഗയും അതുപോലെ തന്നെ ഭൈരതി നദിയും ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം അവശേഷിപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കി കിടക്കുന്നത്. വീടുകളെല്ലാം ചളിയിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെല്ലാം നേരത്തെ സങ്കല്പിച്ചതിലും എത്രയോ ഭീകരമാണ്, എത്രയോ ഭയാനകമാണ് ധരാലിയിലെ ഈ നേർക്കാഴ്ചകളെന്ന് ഉറപ്പായും പറയാൻ സാധിക്കും. അതിൻ്റെ നേർദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നത്. നോക്കൂ, ഒരു ഗ്രാമം എങ്ങനെയാണ് 10 സെക്കൻഡ് കൊണ്ട് ഇല്ലാതായി പോയത്. വെറും 10 സെക്കൻഡിന്റെ സമയം മാത്രമാണ് ആ ഒരു മിന്നൽ പ്രളയം, ആ ഉരുൾപൊട്ടൽ ഇവിടെ നിലനിന്നത്. അതിൽ ആ നടുഭാഗത്തുണ്ടായിരുന്ന വീടുകൾ നോക്കുക, കല്ലും ഉരുളൻ കല്ലുകളും മണലും ചെളിയും എല്ലാം നിറഞ്ഞ സ്ഥലം കണ്ടോ. അവിടെ ഹോം സ്റ്റേകളുണ്ടായിരുന്നു, ഹോട്ടലുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു. അതെല്ലാം തകർന്നു പോയിരിക്കുന്നു. അതിന്റെ ചില ഭാഗങ്ങളിൽ ബാക്കി നിൽക്കുന്ന ഹോം സ്റ്റേകൾ മാത്രമാണുള്ളത്. ഇവിടെ വലിയൊരു മാർക്കറ്റ് ഏരിയ ഉണ്ടായിരുന്നു, അതൊന്നുമില്ല. വെറും ചെളിയും മണ്ണും കല്ലുകളും മാത്രമാണ് ഇപ്പോൾ അവശേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ വൈശാഖ് ജയപാലൻ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. എത്ര പേര് ഇവിടെ പോയി, എത്ര പേരെ കാണാനില്ല, ആരൊക്കെയാണ് ഈ ചെളിക്കും മണ്ണിനും അടിയിൽ കിടക്കുന്നത് ഒന്നും വ്യക്തമല്ല. 6 മൃതശരീരങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു ഡെറാഡൂണിലേക്ക്. അതിനപ്പുറം എത്ര പേരെ കണ്ടെത്താനുണ്ടെന്ന് ഒരു രീതിയിലും നമുക്ക് പറയാൻ സാധിക്കില്ല, അത് പ്രവചിക്കാനും സാധിക്കില്ല. അനൗദ്യോഗിക കണക്കുകൾ അത്രത്തോളം ഞെട്ടിക്കുന്നതാണ്. മഴക്കാറാണ്, കോട ഇറങ്ങിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ സർവീസ് പോലും നിർത്തിവെക്കേണ്ടി വരുന്ന അത്രത്തോളം പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് ഉത്തരകാശിയിൽ. വളരെ പരിമിതമായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. ഈ വഴി ഇത്രത്തോളം വന്ന വഴി അത്രത്തോളം ദുർഘടം പിടിച്ചതായിരുന്നു. വാഹനങ്ങൾ മുന്നോട്ട് വരുന്നില്ല. ഏകദേശം 30 കിലോമീറ്ററിനടുത്ത് കാൽനടയായും ബാക്കിയുള്ള ദൂരങ്ങൾ ചെറിയ വാഹനങ്ങളിലും സഞ്ചരിച്ച് നമ്മൾ ഇങ്ങോട്ടെത്തി. എന്താണ് ധരാലിയിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ നേർചിത്രം, നേർക്കാഴ്ച എല്ലാവരെയും കാണിച്ചു തരണം. നമ്മൾ സങ്കല്പിക്കുന്നത് പോലെയല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ പാലം കണ്ടോ, ഈ തൂക്കുപാലം, ഇതൊരു അത്ഭുത പാലമാണ്. അത്രത്തോളം ശക്തിയിൽ ഉരുൾ ഒഴുകി വന്നിട്ടും ഇത് തകർന്നു പോയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിലൂടെ നടന്നു പോകാം. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അടുത്തു നിന്ന് നമുക്ക് കാണാം. ഈ മണ്ണിന് മുകളിലൂടെ നടക്കുമ്പോൾ ഇതിന് താഴെ എത്രത്തോളം വീടുകൾ ഉണ്ടായിരുന്നു, കാണാതായവർ ഇതിനടിയിലാണോ പെട്ടുകിടക്കുന്നത് എന്നടക്കമുള്ള സംശയം ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. വ്യക്തമല്ല. നോക്കൂ, ഇവിടെയൊന്നും പരിശോധന നടന്നിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം മണ്ണുമാന്തികളൊന്നും തന്നെ എത്തിച്ചിട്ടില്ല. ഈ മണ്ണെല്ലാം മാറ്റി നോക്കി, പാറക്കല്ലെല്ലാം തന്നെ മാറ്റി നോക്കി. ഇതിനടിയിൽ ജീവനുണ്ടോ, ജീവന്റെ ശേഷിപ്പ് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ധരാലിയിലെ ഗ്രാമത്തിൽ സൈന്യവും NDRFും ചെയ്ത് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ചില ഭാഗങ്ങൾ കാണിച്ചു തരാം. ആ പാലം, അവിടുന്ന് ആ പുഴ കടന്ന് ക്രോസ് ചെയ്യാനുള്ള മരത്തിന്റെ പാലം സൈന്യം ഇവിടെ പണിതു. മാത്രമല്ല മാനുവലായി, അതായത് മനുഷ്യർ വന്ന് കൈക്കോട്ട് കൊണ്ട് കിളച്ച് നോക്കണം ഈ മണ്ണിനടിയിലൊക്കെ ആരെങ്കിലും ബാക്കിയുണ്ടോ, ആരെങ്കിലും കണ്ടെത്താൻ ബാക്കിയുണ്ടോ, ജീവന്റെ അവശേഷിപ്പുകൾ ഇതിനകത്തുണ്ടോ എന്നുള്ളത് കൈക്കോട്ടുകൾ കൊണ്ടാണ്. വെറും കൈക്കോട്ടുകൾ കൊണ്ട് മനുഷ്യർ വന്ന്, സാധാരണ ഈ NDRF അംഗങ്ങൾ വന്ന് കുടിച്ചു നോക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ബുൾഡോസറിന്റെ സഹായം വലിയ രീതിയിൽ ഇവിടെ ലഭിക്കുന്നില്ല. ചളിയിലേക്ക് കയറുകയാണ്. ഇതെല്ലാം ചളിയാണ്. എൻ്റെ കാലെല്ലാം താഴേക്ക് പതിക്കും. ഇതിനകത്ത് വീടുകളാണ്, മുഴുവൻ വീടുകളും ഇതിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. അധികം പോകാനാവില്ല, കാരണം ഞാൻ ചളിക്ക് അകത്തേക്ക് പൂണ്ടുപോകും. ഇതിനകത്ത് ആളുകളുണ്ട്, വീടുകളുണ്ട്. അവിടെ നിന്നും ഉരുൾ പൊട്ടി ഒലിച്ചു വന്ന ചളിയും മണ്ണുമാണ് ഇതെല്ലാം. ഇവിടെ എത്തുന്ന ആദ്യ മാധ്യമങ്ങളിൽ, നാഷണൽ ടെലിവിഷനിൽ തന്നെ ആദ്യം എത്തുന്ന സംഘങ്ങളിൽ ഒരാളാണ് ഞാനും വൈശാഖ് ജയപാലനും. മാതൃഭൂമി ന്യൂസ് സംഘം ഇപ്പോൾ കാണിച്ചു തരുന്നത് നേർക്കാഴ്ചയാണ്. ഇതെല്ലാം നിങ്ങളും കാണണം. എങ്ങനെയാണ് ആ ഗ്രാമത്തെ ഉരുൾ കവർന്നു കൊണ്ടുപോയത് എന്ന്. വൈശാഖ് ജയപാലിനോടൊപ്പം ധരാലിയിൽ നിന്ന് അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.